കാരണം അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താ പ്രാർത്ഥിച്ചിരിക്കണത്? ഈ ഭൂമിയുടെ ഭാരം ഒന്ന് തീർത്തു തരണേ ഭഗവാനെ, ഭൂമിയുടെ ഭാരം ഒന്ന് തീർത്തു തരണേ. മത്സ്യാശ്വകച്ഛപനൃസിംഹ വരാഹ ഹംസരാജന്യ വിപ്രവിബുധേഷു കൃതാവതാര ത്വം പാസിനസ്ത്രിഭുവനം ച യഥാധുനേശ ഭാരം ഭുവോ ഹര യദൂത്തമാ വന്ദനം തേ. ഈ ഭൂമിയുടെ ഭാരം ഒന്ന് തീർത്തു തരണേ യദൂത്തമ, അങ്ങേക്ക് വന്ദനം, അങ്ങേക്ക് നമസ്കാരം, അങ്ങേക്ക് നമസ്കാരം എന്ന് ദേവന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ടും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരിതൊന്ന് ബോധിപ്പിക്കണ്ടേ? അപ്പോൾ ആ സ്വർലോകത്തിരിക്കുന്ന ആളുകൾക്കും ഇതിപ്പോൾ കുറണ്ടല്ലോ, കത്തിച്ചാൽ പോകാം അങ്ങോട്ട് എത്താണ്ടിരിക്കില്ല, അത്ര ഉണ്ട്. അപ്പോൾ ആ സുഗന്ധം വന്നാൽ ദേവന്മാർക്ക് മനസ്സിലാവും ഇവൾക്കും മോക്ഷം കൊടുക്കുക കഴിഞ്ഞു. അതല്ലെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അവിടുന്ന് പുറപ്പെട്ടതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നുള്ള ആ ഭഗവാന്റെ അവതാര ജൈത്രയാത്രയുടെ കൊടിയേറ്റം പോലെ ആ ധൂമത്തിൻ്റെ സുഗന്ധം അങ്ങനെ സ്വർഗാദി ലോകങ്ങളിലേക്ക് സമ്യക്കാകും വണ്ണം ഉയർന്നങ്ങോട്ട് എത്തിച്ചേർന്നു എന്നർത്ഥം. അതിനുശേഷം പിന്നെ ഭഗവാന്റെ ഒരു 28-ൻ്റെ അന്ന് വണ്ടിയിൽ ആവേശിച്ച് ഒരു വിദ്വാൻ വന്നു. അയാളാണ് ശകടൻ. അടുത്തേക്ക് വന്ന് മേത്തേക്ക് ഉരുളാൻ പുറപ്പെട്ടപ്പോഴാണ്, മാത്രമല്ല അവിടെ ബാലകന്മാർ മറ്റവരൊക്കെ ഉണ്ട്. അതിൽ ഈ മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, പാലക ബാലകാഹാദ്, ഭഗവാനെ പാലിക്കാനുള്ള ബാലകര്. അല്ല അങ്ങനെ ചിലർ വേണേ, ഈ എല്ലാവരെയും പാലിക്കുന്ന ആളിലൊക്കെ അവനവനെ പാലിക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യം നോക്കണ തിരക്കിലാവുമ്പോൾ അവനവൻ്റെ കാര്യം നോക്കാൻ മറക്കും. അപ്പോൾ ഈ കൃഷ്ണന് ചിലപ്പോൾ അത് പറ്റിയേക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുട്ടികളെ, അല്ല ഇദ്ദേഹത്തിന് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും നോക്കാനില്ല, ചെറിയ ചെറിയ കാര്യങ്ങളെ നോക്കാനുള്ളൂ. അതുകൊണ്ട് കുറച്ച് കുട്ടികളെ അവിടെ അടുത്തിരുത്തിയായിരുന്നു. അവർ അവിടെ ഇരിക്കവേ ഈ കൊള്ളരുതാത്തവൻ ഉരുണ്ട് കൃഷ്ണന്റെ പേരിക്ക് വരാൻ തുടങ്ങിയതേ അവന് ഓർമ്മയുള്ളൂ. ചടപട പട 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 പടേ എന്നൊരു ശബ്ദം മാത്രമേ എല്ലാവരും കേട്ടുള്ളൂ. പരിഭ്രമിച്ച ഗോപിമാരും ഗോപന്മാരും ഒക്കെ അവിടെ ഓടി എത്തി നോക്കുമ്പോൾ ഈ കുട്ടികളെ കടത്തിയിരുന്ന ആ സ്ഥലത്ത് നല്ല തണലായിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു വണ്ടിയുടെ അടിയിലാണ് കടത്തിയിരുന്നത്. വൃന്ദാവനത്തിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ അറിയാം, നല്ല ഒരു ഷെഡ് കെട്ടിയ ഫല ഒരു കാളവണ്ടിയുടെ ചോട്ടിലേ. കാരണം എന്താ വെച്ചാൽ അത്ര വലിയ വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ ചില ആളുകളുടെ വീട്ടിലൊരു കസേര ഉണ്ടാവും. ഓർമ്മ വരുന്നുണ്ടല്ലേ? ആ കസേരയുടെ ഒരു യോഗം അതുമ്പോൾ ഒരാളൊക്കെ ഇരിക്കാൻ ഇന്ന് വരെ തരായിട്ടുണ്ടാവില്ല. കാരണം അതിൻ്റെ മുകളിലത്തെ സാധനങ്ങൾ ഒഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കണ്ടേ. ഈ കണ്ട സാധനമൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ അതവിടെ ഇട്ടു, ബാഗ് അവിടെ ഇട്ടു, ഷാള് അതവിടെ ഇട്ടു, സാരി അതിൻ്റെ മുകളിലിട്ടു, ഒക്കെ അതിൻ്റെ മുകളിലാണ്. സർവ്വപാപങ്ങളും അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇടും. ഇങ്ങനെയൊരു അതേപോലത്തെ ഒരു വണ്ടിയായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ആവശ്യമില്ലാത്ത പാത്രങ്ങൾ എന്തിനാന്ന് ശല്യം കേട്ടോ. ചില സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുടുംബത്ത്, എന്തിനാന്ന് ശല്യം. അല്ല എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ, പിന്നെ ചാവോളം ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും വേണ്ടില്ല അത് അവിടെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഒരു പിന്നെ എപ്പോഴെങ്കിലും പിന്നില്ലാണ്ട് വന്നാലോ, അത്യാവശ്യത്തിന് നോക്കിയാൽ കാണണ്ടേ, അത് എടുത്തു വയ്ക്കും. ഈ വക ഓരോരോ വസ്തുക്കൾ എടുത്തു വെച്ചും കൊണ്ടുള്ള ഒരു വണ്ടി. ആ വണ്ടിയിൽ ആ സാധനങ്ങളും ആ വണ്ടിയും ഒന്നും കാണാണ്ടായി. കുട്ടികൾ പറഞ്ഞു, രുദതാനേന പാതേന ക്ഷിപ്തമേതൽ ന സംശയം. ഞങ്ങൾ കണ്ടതാ ഈ ഉണ്ണി കരയണ സമയത്തെ ഈ ഉണ്ണിയുടെ കാല് തട്ടിയിട്ടാ ഈ വണ്ടി ഇങ്ങനെ പൊടിയായത്. ബാലഭാഷിതം. ആ പിള്ളേരുടെ ഓരോ വായനാവായി ഈ കുഞ്ഞിൻ്റെ കാല് കൊണ്ടിട്ടല്ലേ എന്ന് പറഞ്ഞ് നതേ ശ്രദ്ധധിരേ ഗോപാഹ. ഗോപന്മാരൊന്നും അത് ശ്രദ്ധിച്ചില്ല എന്നാ. പക്ഷെ ഗോപന്മാർ ശ്രദ്ധിച്ചില്ല വെച്ചാലും പൂതനയ്ക്ക് മോക്ഷം കൊടുത്തത് കണ്ട ചില ആൾക്കാർ അത് നുണയാവാൻ വഴിയില്ലാതെ നിരീച്ചു എന്നാണ്.
ദൃഷ്ടപൂതനൈഹി ദൃഷ്ടപൂതനകൾ എന്ന് പറഞ്ഞാൽ കണ്ടാപൂതനകളെ പോലെ ഇരിക്കണവരെന്നല്ല കേട്ടോ, പൂതനയെ സംബന്ധിച്ച സംഗതി കണ്ടിട്ടുള്ളവരെന്നർത്ഥം. ഈ സംസ്കൃതം ആകുമ്പോഴേ ഇതിൻ്റെ ഭാഷയുടെ അർത്ഥം മനസ്സിലാക്കാൻ നല്ല ശരിക്കാ. അപ്പം അവരത് വിശ്വസിക്കാണ്ടിരുന്നില്ല. ഏതായാലും പിന്നെയാണ് കാറ്റ് കളയാൻ വേണ്ടിയിട്ട് കാറ്റായിട്ട് വന്ന തൃണാവർത്തൻ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഭഗവാൻ കഥ കഴിച്ചു. ഒരു ദിവസം യശോദ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ്, അയ്യോ രോഹിണി ഓടി വരൂ കൃഷ്ണൻ്റെ വായയിലെ നക്ഷത്രം. കൃഷ്ണൻ്റെ വായയിൽ നക്ഷത്രോ? രോഹിണി ഓടി വന്നപ്പോഴേക്കും അമ്മൻ കടിച്ചണ്ണു കൃഷ്ണൻ. എന്താ ഇവിടെ എന്തൊക്കെയോ കോലാഹലം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒക്കെ കഴിഞ്ഞോ? അത് ഞാൻ കണ്ടു. എന്തേ കണ്ടത്? നോക്കട്ടെ നിൻ്റെ വായയിൽ. എന്താ നിൻ്റെ അമ്മ പറയണത്? നിൻ്റെ വായയിൽ സൂര്യനോ ചന്ദ്രനോ കണ്ടതെന്ന്? എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കൃഷ്ണൻ്റെ വായ തുറപ്പിച്ചു രോഹിണി. അപ്പോഴേ ചെറിയ പല്ലിങ്ങനെ കുറേശ്ശെ മുളച്ച് വരണോന്ന് ആലോചിക്കുന്നുണ്ട്. നല്ല മൂർച്ചയാണ്. ഒരു കടിയാട് കൊടുത്തു. അപ്പം രോഹിണി പറയാ, പാല് കൊടുക്കുമ്പോഴല്ലേ ഇതുപോലത്തെ ഒരു കടിയൊക്കെ കിട്ടിയാലേ ചിലപ്പോൾ നക്ഷത്രമൊക്കെ കാണും എന്ന് പറഞ്ഞു എന്ന്. അത് കഴിഞ്ഞിതാ കുറച്ച് കാലം കൂടിയും കഴിഞ്ഞപ്പോഴേക്കും ഗർഗ പുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഹ, യദുക്കളുടെ ആചാര്യനായിട്ടുള്ള ഗർഗൻ ആകുന്ന പുരോഹിതൻ, അദ്ദേഹം മഹാതപസ്വിയാണ്. അതാണ് സുമഹാതപാ. അതല്ലാണ്ടിരിക്കില്ലല്ലോ. അല്ലാണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇത്ര ഭാഗ്യം ഉണ്ടാവുമോ? ഒരു തപസ്സും ചെയ്യാത്ത ഒരാൾക്ക് ഇങ്ങനെയുള്ള ഭാഗ്യമൊന്നും കിട്ടില്ല. എന്ത് ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയത് എന്നാണെങ്കിൽ നല്ല നേരത്താണ് അങ്ങ് വന്നത്. പാകായി. ഞാനും അതെ അങ്ങേപ്പോലുള്ള ചില ആളുകളെ ഒന്ന് കാണണം എന്ന് നിരീക്ഷിച്ചിരിക്കുന്നേ ആയിരുന്നു. അതെന്താ വെച്ചാൽ എൻ്റെ ഉണ്ണിക്ക് ഒന്ന് പേരിടണം. അതിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ നന്ദഗോപരെ അങ്ങ് പറഞ്ഞതൊക്കെ എനിക്കിഷ്ടമായി. പക്ഷേ നല്ല കാര്യമാണ്, വേണ്ടതാണ്. പക്ഷേ ഞാൻ യദുകുലത്തിൻ്റെ ആചാര്യനാണ്. അങ്ങനെയുള്ള ഞാൻ ഇവിടെ വന്ന് അങ്ങയുടെ ഉണ്ണിക്ക് പേരിട്ടു എന്ന് ആ കംസനോറ്ററിഞ്ഞാലോ? കംസ പാപമതി സഖ്യം തവ ചാനകദുന്ദുഭേ, അങ്ങയുടെയും ആ വസുദേവരും തമ്മിലുള്ള സൗഹൃദം ആ കൊള്ളരുതാത്ത കംസൻ അറിഞ്ഞു വശായാൽ പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറയണ്ടല്ലോ. ഇപ്പോൾ ഉള്ള സമാധാനമായിട്ട് പോയി കിട്ടും. അത് വേണ്ടാക്കിയല്ലേ നല്ലത്. ആരും അറിയണ്ട, ആരോടും പറയണ്ട. ഗൂഢായിട്ട് മതി, രഹസ്യമായിട്ട് മതി. ഇങ്ങനെ നന്ദഭവനത്തിൽ വെച്ച് രഹസ്യമായിട്ടാണ് രാമകൃഷ്ണന്മാരുടെ നാമകരണം നടന്നത്.